ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിലെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മിത്ര കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം കുടുംബക്കാരോടും അച്ഛനോടും കൊച്ചനോടും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ആ സത്യാവസ്ഥ അറിയാണ് കേട്ടോ. അതോടുകൂടി ആര്യൻ എല്ലാവരുടെ മുന്നിലും തെറ്റുകാരനല്ല എന്ന് തിരുത്തി കൊടുക്കുകയാണ്. തന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നതോ തൻ്റെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് വന്നതോ ആര്യനല്ല, ആര്യൻ തന്നെ രക്ഷിക്കുകയാണ് ചെയ്തതെന്ന് അച്ഛനും കൊച്ചനും എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മിത്രയെ ഗോമതി ഭയങ്കരമായിട്ട് ഉയർത്തി പറയുന്നുണ്ട്. തൻ്റെ മകന് വേണ്ടി താൻ കൈപിടിച്ച് കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞ ഒരു മരുമകളെ അല്ല, മകളെ തന്നെയാണെന്ന്. അതിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ ബാലനും. അത് ശരിയാണ്. ഗുരുവായൂരിന്ന് ഗോമതി കൊണ്ടുവന്നത് ആര്യന് വേണ്ടി കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ അന്ന് ഒത്തിരി പ്രശ്നം ഉണ്ടാക്കിയിരുന്നു മിത്രയെ വിളിച്ചുകൊണ്ട് വന്ന സമയത്ത്. പക്ഷേ മോളെ, നീ ശരിക്കും ഈ വീടിൻ്റെ വിളക്ക് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ സമാധാനപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതുപോലെ ആര്യനോട് വന്ന് സംസാരിക്കുന്നുണ്ട് നമ്മുടെ മിത്ര. ആര്യൻ എന്നോട് ആഭരണം എടുക്കണ്ട, തിരിച്ചു കൊടുക്കാൻ പറഞ്ഞതാണ്. ആര്യന് ആഭരണം തുറന്നു പോലും നോക്കിയിട്ടില്ല. എന്നിട്ടും ഞാനത് ചെയ്തത് ആര്യന് വേണ്ടിയിട്ടല്ലേ? അതിൽ എന്നോട് ദേഷ്യമുണ്ടോ ആര്യാന്ന് ചോദിക്കാം കേട്ടോ. പക്ഷേ ആര്യൻ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് നിന്നോടത് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ രീതിയിലേക്ക് വരും. ഇപ്പം തന്നെ പറഞ്ഞില്ലേ, അവർ ഞങ്ങളത് ഒളിപ്പിച്ച് വെച്ചു എന്ന്. അതുകൊണ്ടാണ് അത് ഞാൻ തൊടുക പോലും ചെയ്യാത്തത്. പക്ഷേ നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? നമ്മളായിട്ട് ഉണ്ടാക്കുന്നത് മാത്രമേ നമ്മുടേതാവുള്ളൂ. നമ്മൾ രണ്ടുപേരും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ട്രാവൽസ് തുടങ്ങാനുള്ള പൈസ ഉണ്ടായാൽ മതി. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നീ അത് അനുസരിക്കാതെ കൊണ്ടുപോയതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. അതിലെനിക്ക് ചെറിയ വിഷമമുണ്ട്. എന്നാലും കാര്യങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് നീ എല്ലാവരോടും വിളിച്ചു പറയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മിത്രേ. എന്തായാലും അത് വേണ്ടിയിരുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ മിത്ര പറയാണ്, ആര്യനെ എല്ലാവരുടെ മുന്നിലിട്ട് ഇങ്ങനെ കൊച്ചാക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും കണ്ടും കേട്ടും ഞാൻ മടുത്തു. പലതവണ സത്യം പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോഴൊന്നും എന്നെ നിർബന്ധിച്ചത് ആര്യനല്ലേ പറയരുതെന്നും പറഞ്ഞ്. പക്ഷേ ഇനി എനിക്കതൊന്നും ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റത്തില്ല ആര്യ. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറഞ്ഞത്. പക്ഷേ ആര്യനെ എൻ്റെ അച്ഛനെങ്കിലും മനസ്സിലാക്കിയല്ലോ, എനിക്കത് മതി എന്നിങ്ങനെ അവർ സംസാരിക്കുകയാണ്. അപ്പോൾ ആര്യൻ പറയാം, പക്ഷേ നീ എന്നെക്കുറിച്ച് ഇത്രത്തോളം വലിയ മഹത്വമൊക്കെ പറയണ കേട്ടല്ലോ. അതെ, എനിക്ക് ആര്യനോട് അത്രയൊക്കെ മഹത്വം ഉണ്ട്. എൻ്റെ ജീവൻ രക്ഷിച്ചത്, എനിക്കൊരു ജീവിതം തന്നതൊക്കെ ആര്യനല്ലേ. ആ ഒരു നന്ദിയും കടപ്പാടും എന്നും ഉണ്ടാവണ്ടേ എന്നും ഇത്രയും ചോദിക്കാൻ കേട്ടോ. കൃഷ്ണമംഗലത്താണെങ്കിൽ നമ്മുടെ അച്യുതൻ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. മിത്ര പറഞ്ഞതെല്ലാം കള്ളക്കഥയാണെന്നും പിന്നെ ആര്യൻ കാരണമാണ് നമ്മളൊക്കെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നതും അതൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് നാണക്കേടായിട്ടുണ്ട്, മിത്ര പറഞ്ഞ കാര്യങ്ങളെല്ലാം. പക്ഷേ നമ്മുടെ അനന്തൻ അതൊക്കെ ദേഷ്യം വരിക കേട്ടോ. തൻ്റെ മോളെക്കുറിച്ച് മോശം പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അച്യുതനോട് താക്കീത് കൊടുക്കുന്നുണ്ട്, മേലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ സംസാരിക്കരുത്. സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞാനും കുറച്ചൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി മേലിൽ ഈ ഒരു പരിപാടിക്കൊന്നും നിൽക്കരുതെന്ന്. അതുപോലെ അനന്തനോട് നമ്മുടെ അലോകും തട്ടിക്കയറാണ് കേട്ടോ. പക്ഷേ അലോകിനോട് അച്ഛൻ വഴക്ക് പറഞ്ഞോണ്ട് അച്യുതൻ, നീ ഞങ്ങളെ 8 അനുജന്മാരാണ്, ഞങ്ങൾ പലതും പറയും, വഴക്കൂടും, നിനക്ക് വെല്ലിച്ചിനെ പറയേണ്ട യാതൊരു കാര്യമില്ല, നീ ചെന്ന് ക്ഷമ ചോദിക്കുന്നൊക്കെ പറയാണ്. അങ്ങനെ എല്ലാവരും നമ്മുടെ മിത്രയുടെയും ആര്യൻ്റെയും ആ ഒരു കഥയെക്കുറിച്ച് പലരും പല രീതിയിലും സംസാരിക്കുന്നുണ്ട്. എല്ലാവർക്കും വിശ്വാസം ആവുന്നുണ്ട്, അച്യുതനും അലോകും രാജശ്രീയും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും. അങ്ങനെ അനുമോൾക്കാണെങ്കിലും സ്വന്തം അച്ഛനെക്കുറിച്ചൊരു വാക്ക് പറയാൻ അവിടെ ആരും അവസരം കൊടുക്കണില്ല കേട്ടോ. ഈ വീട്ടിൽ നിന്ന് ഉപ്പും ചോറും തിന്നുമ്പോൾ ഇവിടെ തന്നെ നന്ദി കാണിക്കണമെന്ന് പറഞ്ഞ് വിരട്ടി നിർത്താണ്. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം നന്ദിതയ്ക്ക് ഭയങ്കരമായിട്ട് ആര്യനോട് സ്നേഹം തോന്നുക കേട്ടോ. കാരണം ആര്യൻ്റെ ആ ഒരു പ്രവൃത്തിയാണല്ലോ ഇന്ന് തൻ്റെ മോള് ജീവനോടെ നിൽക്കുന്നത്. അത് അനന്തനോട് പറയാൻ കേട്ടോ. അനന്തേട്ടാ, നമുക്ക് ആര്യനെ നമ്മുടെ മരുമകനായിട്ട് അംഗീകരിച്ചുകൂടെ? എന്നിട്ട് മിത്രയും ആര്യനെയും കൂടെ ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു മണ്ഡപത്തിലോ വെച്ച് നല്ല രീതിയിൽ അവരുടെ ഒരു വിവാഹം നടത്തി ആഘോഷമാക്കണം. നമുക്ക് അവനെ മരുമകനാക്കി ഇങ്ങോട്ട് വിളിച്ചൂടെ, ഇവിടെ താമസിപ്പിച്ചൂടെ, അല്ലെങ്കിൽ അങ്ങനെ അംഗീകരിച്ചൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ അനന്തൻ അതിലേക്ക് മനസ്സിൽ കൊണ്ട് താല്പര്യം ഉണ്ടെങ്കിലും പുറമേ എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ അനുജനോടും കൂടെ ആലോചിക്കണ്ടേ. അങ്ങനെ നന്ദിതയോട് പറയുന്നുണ്ട്, അതിപ്പം നടക്കുമെന്ന് എനിക്ക് തോന്നണം. എന്താ തോന്നാത്തത്? അനന്തേട്ടനൊരു കാര്യം ആലോചിച്ചോ? നമ്മുടെ മോള് ഇന്ന് ജീവനോടെ ഇവിടെ നിൽക്കുന്നത് ആര്യം കാരണമല്ലേ? അവൻ അന്നൊരു ത്യാഗം ചെയ്തില്ലായിരുന്നെങ്കിൽ അവളിന്ന് നമുക്ക് കിട്ടുമോ? ജീവനോടെ ഉണ്ടാവുമായിരുന്നോ? ആ നന്ദി നമ്മൾ അവനോട് കാണിക്കണ്ടേ എന്നൊക്കെ നന്ദിത വീണ്ടും പറയാണ് കേട്ടോ. അപ്പോഴാണ് അനന്തം പറയുന്നുണ്ട്, അതെ, എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കില്ല കാരണം ഇവിടെ വിളിച്ചുകൊണ്ട് വരികയും ഒരു വിവാഹം നടത്തുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അത് അച്യുതനും കൂടെ ആലോചിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ
എന്ന് ചോദിക്കുമ്പോൾ നന്ദിതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്താ ആനന്ദേട്ടൻ ഇങ്ങനെ പറയുന്നത്? എന്ത് കാര്യം ചോദിച്ചാലും അച്യുതനോട് എന്തിനാ ആലോചിക്കണേ? ഇത് നമ്മുടെ മോളുടെ കാര്യമല്ലേ? അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അച്യുതൻ ഒരു പക്ഷേ സമ്മതിച്ചില്ലെങ്കിലോ? ആനന്ദേട്ടനെ സമ്മതിക്കില്ല അല്ലേ? അതാണോ ആനന്ദേട്ടാ വേണ്ടത്? നമ്മളിപ്പോൾ മിത്ര പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതല്ലേ? അപ്പോൾ നമ്മുടെ മോക്ക് വേണ്ടി നമ്മളല്ലേ നിൽക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് നന്ദിത. പക്ഷേ അനന്തനാണെങ്കിൽ ഒരു മറുപടി പറയാൻ പറ്റുന്നില്ല കേട്ടോ. അച്യുതനുമായിട്ടൊന്ന് ആലോചിക്കട്ടെ എന്ന് തന്നെയാണ് അങ്ങേര് തീരുമാനിക്കുന്നത്. അപ്പം അലോകും അതുപോലെ നമ്മുടെ അനുമോളുമായിട്ട് ഭയങ്കരമായിട്ട് വഴക്കാണല്ലോ. ഒന്നും രണ്ടും പറഞ്ഞ് അവർ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അലോകാണെങ്കിൽ ഒരു ഇഞ്ച് പോലും വിട്ടും കൊടുക്കുന്നില്ല കേട്ടോ. പക്ഷേ അനുമോള് അലോകിനെ ചെറുത്ത് നിൽക്കുകയും തിരിച്ച് കരോട്ട പ്രയോഗമൊക്കെ നടത്തിയും ശരിക്കും അടിയും ഇടിയൊക്കെ നമ്മുടെ അലോകിന് കിട്ടുന്നുമുണ്ട്. എന്നാലും അവൻ്റെ വാ ചുമ്മാ ഇരിക്കാത്തതിന് പകരം കൊടുക്കണമുണ്ട് കേട്ടോ. അനുമോള് അവരുടെ അടി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ മീനാക്ഷിയും ആകാശും കൂടെ ഒരു ദിവസം മീനാക്ഷി ജോലിക്ക് പോകുന്ന സമയത്ത് ആകാശ് പറയുന്നുണ്ട്, മീനാക്ഷി ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം, നീ എൻ്റെ കൂടെ വാന്ന് പറയാം കേട്ടോ. എന്തായാലും ആകാശ് പോകുമ്പോൾ കൂടെ പോവാം, എന്നെ അവിടെ ആക്കുമല്ലോ, ഞാൻ ഇനി വെറുതെ നടന്നും ബസ്സിൽ കയറിയും എന്തിനാ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് അന്ന് ഗോമതിയുടെ കയ്യിൽ നിന്ന് ടിഫിനൊക്കെ വാങ്ങിച്ച് സന്തോഷത്തോടുകൂടി അവർ പുറത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴി തന്നെ അവിടെ ഒരു കാഴ്ച കാണുക കേട്ടോ. നമ്മുടെ ആകാശ് കാണുന്നില്ല, അലോക് വേറൊരു പെൺകുട്ടിയായിട്ട് ഇങ്ങനെ സംസാരിക്കുകയും ഇന്ന് കൊഞ്ചയും കുഴയൊക്കെ ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അലോകിന് വേണ്ടിയിട്ട് വേറൊരു കല്യാണമൊക്കെ ആലോചിച്ച് വെച്ചെന്നല്ലോ. ഒരു പണക്കാരൻ്റെ ഒരു കോൺട്രാക്ടറുടെ മകളെ അനന്തം കൊണ്ടുവന്നതാണ്, അത് നടത്തണം, നല്ല പണമുള്ള വീട്ടിലുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് അലോകിനെ കുറിച്ചൊക്കെ നല്ലത് പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നല്ലോ. ആ സമയത്താണല്ലോ അനുമോൾ ഇങ്ങനെ ഒരു അബദ്ധം കാണിച്ചതും നമ്മുടെ അലോകിൻ്റെ ജീവിതം കുട്ടിച്ചോറായതും. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അനുമോളെ ഇവിടുന്ന് ഒഴിവാക്കണം. അപ്പോൾ ഇപ്പോൾ ഇവർ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക, കല്യാണക്കാര്യം എന്തായി, നമുക്ക് പെട്ടെന്ന് നടത്തിയാലോ എന്നൊക്കെ. ഇത് അച്യുതനെയാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ അച്യുതൻ ഈ കാര്യം നമ്മുടെ അലോകിനോട് പറയുന്നുണ്ടെടാ, എങ്ങനെയെങ്കിലും നീ അനുമോളെ തലേന്ന് ഒഴിവാക്ക്, എന്നാലേ എനിക്ക് അവർക്ക് വാക്ക് കൊടുക്കാൻ പറ്റും. അവരാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുക, ഞാൻ എന്താ പറയേണ്ടത്? ഇവളെ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം നിൻ്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല, ഇവളെയും തലേ ചുമന്നോട് നടക്കേണ്ടി വരും. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി നീ ഇവളെ പുറത്താക്കണം, എന്നാലേ നിനക്ക് ആ വിവാഹം നടക്കാൻ പറ്റുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപ്രകാരം തന്നെ അലോക് മിണ്ടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഈ പെൺകുട്ടിയുടെ അടുത്ത്. അപ്പോൾ നമ്മുടെ മീനാക്ഷി പോകുന്ന വഴിക്ക് ഇത് കാണുകയാണ് കേട്ടോ. മീനാക്ഷിക്ക് നല്ല ദേഷ്യം പറഞ്ഞിട്ട്, എന്തായാലും അനുമോളെ കല്യാണം കഴിഞ്ഞതായിട്ടാണല്ലോ അങ്ങനെ, എന്നിട്ട് അവൻ വേറൊരുത്തിയായിട്ട് ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത് മീനാക്ഷി കാണുകയാണ്. ഇത് എത്രയും വേഗം അനുമോളെ അറിയിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് നിന്നിട്ട് നമ്മുടെ മീനാക്ഷി ഓഫീസിൽ ചെന്ന ഉടനെ തന്നെ അനുമോളെ ഫോണിൽ വിളിക്കുകയാണ്. അനുമോളെ, ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടു കേട്ടോ എന്ന് പറയാട്ടോ. എന്താണ് ആ കാഴ്ച? അപ്പോഴാണ് ആ ലോകിൻ്റെ കാര്യം പറയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ്. അത് തന്നെ നമ്മുടെ അനുമോൾക്ക് ചെറിയൊരു തുറുപ്പ് ചീട്ട് കിട്ടിയിട്ടുണ്ട്. അന്നത്തെ ദിവസം അലോകിനൊരു പൊരിക്കാനും പോരാഞ്ഞിട്ട് അലോകിൻ്റെ കള്ളത്തരങ്ങളെല്ലാം പുറമേ കൊണ്ടുവരാൻ ഒരു അവസരം നോക്കിയിരിക്കുകയാണല്ലോ നമ്മുടെ അനുമോൾ. അപ്പോഴാണ് ഈ ഒരു കാര്യം കിട്ടുന്നത് കേട്ടോ. ഇതൊക്കെയാണ് വരുന്ന എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്